കോടതി വരും ഈ നമ്മുടെ ഇതിനകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥയാണ്. പടം റിലീസാന് മുമ്പേ റിവ്യൂ എഴുതുന്ന സംവിധാനമൊക്കെ ഉള്ളൊരു നാടാണല്ലോ. അപ്പോൾ കോടതിയൊക്കെ ലാലേട്ടൻ എങ്ങനെയാണെന്ന് തോന്നുന്നത് കോടതിയിൽ ആ ഒരു ഇടപെടൽ? ഞാൻ ആ സിനിമയിലാണ് അഭിഭാഷകൻ. എനിക്ക് കോടതിയുടെ കാര്യങ്ങൾ അതല്ല, ഞാൻ ഈ റിവ്യൂവിൻ്റെ കാര്യം പറഞ്ഞാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോടതിയിൽ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ലേ അത്, പരിഗണനയിലുള്ള കാര്യങ്ങൾ. അഭിപ്രായമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ എന്ത് അഭിപ്രായം ചോദിച്ചാലും രണ്ട് അഭിപ്രായമാണ്. പല സ്റ്റേറ്റുകളിലും അത് നമുക്ക് അതിനകത്തുള്ള കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കോടതി പറഞ്ഞതിൽ തെറ്റില്ല. കാരണം ഈ വേണമെന്ന് കരുതി ഒരു പടത്തിനെയും അതിൻ്റെ പ്രവർത്തകരെയും അതിൻ്റെ സംവിധാനം എല്ലാ എഴുത്തുകാരും എഴുതുന്ന എല്ലാ സിനിമയും ഹിറ്റായിരിക്കില്ല. എല്ലാ ഡയറക്ടറും ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് ആയില്ല. ചിലപ്പോൾ ഒരു പടം ഓടി, 2 പടം ഓടി, 3 പടം ഓടി. ചില പടങ്ങളിൽ ചില പ്രേക്ഷകൻ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല. കിട്ടാതെ വരുമ്പോൾ വിമർശകൻ എന്ന് പറയുന്നത് പടത്തിൻ്റെ ക്യാമറയെ വിമർശിക്കാം, പാട്ടിനെ വിമർശിക്കാം, എഴുത്തിനെ വിമർശിക്കാം. പക്ഷെ വ്യക്തിപരമായി അത് എടുത്തു വെച്ചിട്ട് എന്തും സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എന്ത് വൃത്തികേടും പറയാം എന്ന് പറഞ്ഞ് വ്യക്തിഹത്യയാണ് പലപ്പോഴും. ഈ ഡയറക്ടറെ, എഴുത്തുകാരനെയൊക്കെ അങ്ങ് വ്യക്തിഹത്യ, അത് ചെയ്യരുതെന്നാണ് കോടതി ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഇത് പടം റിലീസാകുമ്പോൾ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പടം റിലീസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും, അങ്ങനെ അടിക്കരുത്. കാരണം ഞാൻ എപ്പോഴും ദൃശ്യം സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജിത്തുവിനോട് എപ്പോഴും പറയും, കോടാനുകോടി ജനങ്ങൾ ദൃശ്യം 2-ൻ്റെ പാളിച്ചകൾ കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ജിത്തുവിനോട് ഞാൻ പറഞ്ഞത് ഭയങ്കര ഷൂട്ടിങ്ങാണ്, ഭയങ്കര റിസ്ക്കാണിത്. കാരണം നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്ന ആൾക്കാരെല്ലാം ദൃശ്യം 2 അപ്പോൾ ഒന്നിൽ ഇന്ന ഡിഫക്റ്റുകളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടി. അപ്പം സെക്കൻഡ് വന്നാൽ അന്ന് തന്നെ അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യാൻ ഒരുപടി ആൾക്കാർ വരും. പക്ഷേ ഞാൻ ജിത്തുവിനോട് പറഞ്ഞാൽ അത് പിടിക്കാതെ ഒന്നും പിടിക്കാനില്ല. അതെങ്ങനെ ഒപ്പിച്ചു എന്ന് ഞാൻ എപ്പോഴും ജിത്തുവിനോട് ചോദിക്കാറുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു സൈഡിൽ, ജിത്തു മാത്രം, അതിൻ്റെ റൈറ്ററും ഡയറക്ടറും എല്ലാം ഒരാൾ, വേറൊരു സംഘം ആളുകൾ, ഒരു കൂട്ടം കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ, ഇത് പറഞ്ഞു പോകുമ്പോൾ ഇത് ശരിയല്ല, ലോജിക്കല്ല എന്ന് പറയാൻ വേണ്ടിയിരുന്ന ഒരു കൂട്ടം ആളുകൾ. നമ്മളെല്ലാം ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. സിനിമയിലുള്ളവരും സിനിമയ്ക്ക് പുറത്തുള്ളവരും പ്രേക്ഷകരും നിരൂപകരും സോഷ്യൽ മീഡിയക്കാരും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കടന്നുപോയി എന്ന് പറയുന്ന ആ പടത്തിൻ്റെ ഒരു ഭയങ്കര ഒരു അതുപോലെ അതൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയും. ആ ബ്രില്യൻസ് ഉള്ളൊരു സിനിമ തന്നെയാണെന്ന് വരും. ഇതും അത്ര എളുപ്പമല്ല. അത് ഷൂട്ട് ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു സിനിമയാണ്. കാര്യം ഒരു കോടതിക്കകത്ത് മാത്രം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനെ ആൾക്കാർക്ക് അതിലൊരു മടുപ്പ് തോന്നാതെ അത് ഷൂട്ട് ചെയ്യണം. പിന്നെ അതിലെ ഇമോഷൻസ് നോക്കണം, അത് ചോർന്ന് പോകാൻ നോക്കണം. പിന്നെ ഇത് തെളിയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇവരെങ്ങനെ ഇതിന് ചിന്തിച്ചെടുത്തു എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകാം. അത്ര രസകരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇന്നത്തെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് കഥയിൽ സിൻസിയറാണോ ഈ റൈറ്റർ. ആ സിൻസിയർ ആണെങ്കിൽ ജനം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, അല്ല ക്രിട്ടിക്സ് ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്യും. അതിൽ ഉഴപ്പി ഒരു എന്ത് കൊടുത്താലും അവർ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ കഥ എഴുതി കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. ക്രിറ്റിസിസം ഉണ്ടാവും. സംവിധാനം അതിൽ നല്ല രീതിയിൽ അയാൾ സിൻസിയറിറ്റി അത് ഫീൽ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ പ്രേക്ഷകർ ഈ ചിത്രത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കും. ആക്ടേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് സിൻസിയറിറ്റി നമ്മുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും. എങ്കിൽ ക്രിറ്റിസിസം ഒന്നും വരില്ല. നേരെ മറിച്ച് ആക്ടേഴ്സിൻ്റെ ഭാഗത്തോ സംവിധായകൻ്റെ ഭാഗത്തോ മ്യൂസിക്കിൻ്റെ ഭാഗത്തോ ഒക്കെ ഒരു ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്ത് അതിനെ ഉഴപ്പിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്രിറ്റിസിസം വരും. അതാണ് എൻ്റെ പക്ഷം. അത് ശരിയാണ്. കാരണം അങ്ങനെ ഒരു ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചില കളിപ്പീര് പരിപാടികളുണ്ട് സ്ഥിരമായിട്ട്. അത് കാണുമ്പോൾ അവർ പറയുന്നതിൽ തെറ്റൊന്നും പറയാനൊക്കത്തില്ല. കാരണം അവർക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷെ അതൊരു വ്യക്തിഹത്യാവരെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം കോഴിക്കോടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ നിരൂപകൻ. മാതൃഭൂമിയിൽ ഒരു പേജ് അദ്ദേഹം എഴുതുമായിരുന്നു. അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഒരുവിധം സിനിമകളെല്ലാം അദ്ദേഹം നിശീതമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തിഹത്യയില്ല. അദ്ദേഹം ഷാർപ്പായിട്ട് വിമർശിച്ചു. കാരണം അതൊരു വിമർശനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളത് കോഴിക്കോടൻ്റെ ഒരു പേജാണ്. മാതൃഭൂമിയിൽ ഒരു പടം ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതിൽ ആക്ടിങ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ക്യാമറ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇൻ്റർനാഷണൽ സിനിമകളുമായിട്ട് വരെ കമ്പയർ ചെയ്ത് കൊന്നുകളയും. അതൊരു ക്രിറ്റിസിസം പണ്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പം അതില്ല. അവിടെ പോലും അദ്ദേഹം സ്വന്തം പേര് വെച്ചിട്ടില്ല. വളരെ ശക്തമായ ക്രിറ്റിസിസം വരുന്നത്. പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടുകെട്ടാണെന്ന് പറയുന്നു. ഞാനും ജിത്തുവും ആശീർവാദും ഈ ഇരിക്കുന്ന ആൾക്കാരുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ സിനിമയും നിങ്ങൾ കാണൂ, കണ്ടിട്ട് ഇതിനെ വിലയിരുത്തൂ. കൊള്ളാമെങ്കിൽ അടുത്ത ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പ് കൂടെ ഞങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും മുൻവിധികളൊന്നുമില്ലാതെ, അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ
നിങ്ങൾ വന്ന് തിയേറ്ററിലിരുന്ന് കണ്ടാൽ നിങ്ങളെ ഈ സിനിമ ബോറടിപ്പിക്കില്ല. അത് എൻഗേജിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഈ പറഞ്ഞ പോലെ തിയേറ്ററുകളിൽ തന്നെ വന്നിരുന്ന് കാണുക, പിന്നെ ശ്രദ്ധയോടെ കാണുക. ശ്രദ്ധയോടെ കാണുക.